ടി.എൻ. പ്രതാപൻ എംപിക്കും യു.ഡി.എഫ് തൃശൂർ ജില്ലാ ചെയർമാൻ എം.ബി. വിൻസെന്റിനുമെതിരെ ഒളിയമ്പുമായി പത്മജ വേണുഗോപാൽ. തന്നെ തോൽപ്പിച്ചവരാണ് കെ മുരളീധരന്റെ റോഡ് ഷോയിൽ ഇടത്തും വലത്തും നിന്നത് എന്നാണ് പരിഹാസം. തൃശൂരിൽ കെ മുരളീധരനെ കോൺഗ്രസുകാർ തോൽപ്പിക്കുമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. ബി.ജെ.പി. പ്രവേശനത്തിന് ശേഷം ആദ്യമായി പത്മജ മുരളി മന്ദിരത്തിലെത്തി. ബി.ജെ.പി. പ്രവേശനത്തിന് ശേഷം ആദ്യമായി മുരളി മന്ദിരത്തിലെത്തിയ പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെതിരെ നടത്തിയത് അതിരൂക്ഷ വിമർശനം. വടകരയിൽ ജയിക്കേണ്ടിയിരുന്ന കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിച്ച് തോൽപ്പിക്കുകയാണ് കോൺഗ്രസ് എന്ന കുറ്റപ്പെടുത്തൽ. പാവ മുരളിയേട്ടൻ അവിടെ വടകര ഒന്ന് ജയിച്ചു പോയേനെ, എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടേന്നല്ല. കാരണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന് എന്താ പറയണ്ട, ജാതകപ്രകാരം ഈ സമയം നോക്കണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തൃശ്ശൂരാണ്, കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര്. തൃശൂരിൽ തന്നെ തോൽപ്പിച്ചവർ കെ മുരളീധരന്റെ റോഡ് ഷോയിൽ ഇടത്തും വലത്തും നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്റെ കയ്യിൽ നിന്നും 22 ലക്ഷം രൂപ എം.പി. വിൻസെന്റ് വാങ്ങിയെന്നും പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ കയറാൻ സമ്മതിച്ചില്ലെന്നും പത്മജ ആരോപിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെൻ്റെ അടുത്ത് നിന്ന് 22.5 ലക്ഷം റുപ്യ വാങ്ങി. DC ബസ്സുണ്ട്, അന്ന് വിൻസെന്റ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തരില്ല, KPC വന്നിട്ടുണ്ടല്ലോ പൈസ പറഞ്ഞപ്പോൾ. എന്നാൽ പിന്നെ ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കുക, ഞങ്ങളാരും ഉണ്ടാവില്ല, എന്നെ ഭീഷണിപ്പെടുത്തി. ആരോപണങ്ങൾ എം.പി. വിൻസെന്റ് തള്ളി. ഓരോ സമയത്ത് ആദ്യം പറഞ്ഞ് 8 ലക്ഷം എന്ന് പറഞ്ഞു, പിന്നെ 18 ലക്ഷം എന്ന് പറഞ്ഞു, കഴിഞ്ഞ ദിവസം 22 ലക്ഷം എന്ന് പറഞ്ഞു, ഇപ്പം 22.5 എന്ന് പറഞ്ഞു. ഞാനൊരു DCC പ്രസിഡന്റ് മാത്രമായിട്ടാണ്. എന്നേക്കാൾ മുകളിലായിരുന്നു പത്മജ, KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ കാറിൽ കയറാൻ ഞാൻ പൈസ വാങ്ങിയത്, ഞാൻ കാറിലല്ല, ഞാൻ 6 കാറ് ബാക്കിലാണ്. എനിക്ക് പോലും അന്ന് കയറാൻ കഴിഞ്ഞില്ല. ഷമാ മുഹമ്മദിനെ പോലെ കോൺഗ്രസിൽ അവഗണന നേരിടുന്നവരെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും ഇപ്പോഴത്തെ ബി.ജെ.പി. പ്രവർത്തകർ പഴയ കോൺഗ്രസുകാരാണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. മുരളി മന്ദിരത്തിൽ ജില്ലാ അധ്യക്ഷൻ കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി. പ്രവർത്തകർ പത്മജ വേണുഗോപാലിനെ സ്വീകരിച്ചു. 24 തൃശൂർ.